നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. വേൾഡ് സ്പേസ് വീക്കിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ ISRO സെന്റേഴ്സ് എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇവന്റാണ് സ്പേസ് ഹാബിറ്റാറ്റ് ചലഞ്ച് എന്നുള്ളത്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം ഈ വേൾഡ് സ്പേസ് വീക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നോക്കാം. ഇത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പബ്ലിക് സ്പേസ് ഇവന്റ് ആണ്. ഇത് ആചരിക്കുന്നത് ഒക്ടോബർ 4 തൊട്ട് ഒക്ടോബർ 10 വരെയാണ്. ഈ ഡേറ്റിന് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സാറ്റലൈറ്റ്, അതായത് USSRന്റെ സ്പുട്നിക് 1 എന്നുള്ള ഫസ്റ്റ് സാറ്റലൈറ്റ്, അതിന്റെ ലോഞ്ച് നടന്ന ദിവസമാണ് 4 ഒക്ടോബർ 1957. അതുപോലെ ഒക്ടോബർ 10 എന്ന് പറയുന്നത് നമുക്കൊരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഫോർ ദ പീസ്ഫുൾ യൂസ് ഓഫ് ഔട്ടർ സ്പേസ്. അതായത് നമ്മൾ ബഹിരാകാശം നമ്മൾ ഈ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു 100ഓളം രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ആ ഉടമ്പടി നിലവിൽ വന്ന ദിവസമാണ് ഈ 10 ഒക്ടോബർ. സോ 1999 യുണൈറ്റഡ് നേഷൻസ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് to celebrate the contributions of space science and technology to the betterment of human condition. അതായത് ബഹിരാകാശ ഗവേഷണങ്ങളും ബഹിരാകാശ ശാസ്ത്രവും കൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അതിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ഈ ഒരാഴ്ച നമ്മൾ അതൊരു വേൾഡ് സ്പേസ് വീക്ക് അല്ലെങ്കിൽ ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നതായിരിക്കുമെന്ന് UN ആണ് 1999 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മൾ ലോകമെമ്പാടും ഈ ഒരു വേൾഡ് സ്പേസ് വീക്ക് ആചരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇതിനെ കൂടുതലായിട്ടും ടേക്ക് കെയർ ചെയ്യുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ISRO-യിൽ തിരുവനന്തപുരത്തുള്ള 3 സെന്റേഴ്സ്. ഇത് ബേസിക്കലി ഈ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിന്റെ കാര്യങ്ങൾ നോക്കുന്ന 3 സെന്റേഴ്സ് തിരുവനന്തപുരത്തുണ്ട്. ഈ VSSC, LPSC, അതുപോലെ ഒരു ഇനേർഷ്യൽ സിസ്റ്റംസ് ചെയ്യുന്നു. അപ്പം ഈ തിരുവനന്തപുരത്തുള്ള യൂണിറ്റുകൾ ചേർന്നിട്ട് എല്ലാ വർഷവും ഇത് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പല പരിപാടികൾ ഇങ്ങനെ നടത്താറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇത്തവണ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ടെക്നിക്കൽ ചലഞ്ച് കോൺടെസ്റ്റ്. അതിന്റെ ഈ വർഷത്തെ തീമാണ് ഒരു സ്പേസ് ഹാബിറ്റാറ്റ് ചലഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം വേണമെങ്കിൽ അവരോട് ഈ വെബ്സൈറ്റിൽ നോക്കിയിട്ട് എല്ലാ ഇവന്റ്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ പറയുക. നമുക്ക് നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഇവന്റ് നമ്മൾ നടത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ സ്പേസ് ഹാബിറ്റാറ്റ് ചലഞ്ച് എന്നുള്ള നമ്മുടെ ഇവന്റിന്റെ വാട്ട് ഈസ് ദ ഇവന്റ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു അസംഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ചലഞ്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ഓവറോൾ ഗൈഡ് ലൈൻ, ഓവറോൾ ആയിട്ടുള്ളൊരു നിങ്ങൾക്കത് അത് റൈറ്റ് ഫ്രം സ്ക്രാച്ച് ഇത് റിപ്പോർട്ട് സബ്മിഷൻ എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാമെന്നതിനെ കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ് തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടുകൾ നമ്മൾ എങ്ങനെയായിരിക്കും അസസ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പം തന്നെ ഈ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ചെയ്യുമ്പം ടോപ്പിക് അല്ലെങ്കിൽ സ്ലൈഡിൻ്റെ നമ്പർ മുകളിൽ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. സ്ലൈഡ് നമ്പർ നോട്ട് ചെയ്തിട്ട് എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. അപ്പം ഇനി നമുക്ക് ഈ ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നടത്തുന്നത്. കേരളത്തിലുള്ള സ്കൂൾ സ്റ്റുഡൻസിന് ഒരു കാറ്റഗറിയും 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനും രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്.
ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതും ഇതേ സെയിം വെബ്സൈറ്റിൽ തന്നെയാണ്. അവിടെ ആ ലിങ്ക് അവൈലബിൾ ആണ്. ഈ സെപ്റ്റംബർ 27 വരെ രജിസ്റ്റർ ചെയ്യാവുന്ന എല്ലാ ടീമിനും ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ എന്നുവെച്ചാൽ ടീമായിട്ടാണ് പങ്കെടുക്കുന്നത്. 3 തൊട്ട് 5 പേരുള്ള ടീമുകളായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റർ ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അപ്പം അതിൽ നിങ്ങൾ എല്ലാവരും മെമ്പർ ആയിരിക്കും ഓൾറെഡി. അപ്പം അതിലുള്ള റെലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്തുകൊണ്ട് ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അതും ഞങ്ങൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ്, ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ നമ്പറും ഇമെയിൽ ഐ ഡിയും ഓൾറെഡി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ആർക്കെങ്കിലും കൊടുക്കുക, ഫ്രണ്ട്സിനോ വേറെ സ്കൂൾസിലെല്ലാം കൊടുത്തിട്ട് മാക്സിമം പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. വി വിൽ ഗോ ടു ദി ചലഞ്ച്. സോ നമ്മൾ ഈ ഇവന്റിന്റെ ചലഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘമാണെന്ന് വിചാരിച്ചു. നമുക്കൊരു ചലഞ്ച് തന്നിരിക്കുകയാണ്. നിങ്ങൾ ഭൂമിക്ക് പുറത്തുള്ള ഒരു ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് അങ്ങനെ പുറത്തുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ബഹിരാകാശ ഗോളത്തിൽ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക. അതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. അപ്പം അതിൻ്റെ ബാക്കി കണ്ടീഷൻസ് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് പുറത്ത്, ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു ഓർബിറ്റൽ ഹാബിറ്റാറ്റ്, നമ്മുടെ ഓർബിറ്റിലുള്ള ഒരു ഹാബിറ്റാറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു പ്രാപഞ്ചിക ഗോളത്തിലോട്ട് പോയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് നിങ്ങൾ ഓൾറെഡി സൃഷ്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, അതാണ് ഈ ചലഞ്ചിലൂടെ നിങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിക്വയർമെന്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. അതിനകത്ത് വൈ വി ഹാവ് ടു ഗോ ഫോർ എ സ്പേസ് ഹാബിറ്റേഷൻ. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭൂമിയിലെ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നമുക്ക് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. അതിൻ്റെ എക്കോളജി എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്ന് വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തുകൊണ്ട് നമ്മൾ പുറത്ത് വേറെ ഒരു ആവാസ വ്യവസ്ഥ തേടി പോകുന്നു എന്നുള്ളതിന് ചില കാരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഇപ്പം പല രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു ജീവിതം ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോയി താമസിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. പിന്നെ എന്നുള്ളത് ആസ്ട്രോയിഡ് ഇമ്പാക്ട്, അതായത് ക്ഷുദ്രഗ്രഹങ്ങൾ. അത് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ സോളിഡ് ബോഡീസ് അത് ഇങ്ങനെ പല ഭ്രമണപഥത്തിലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയിൽ ഏതെങ്കിലും വന്ന് നമ്മുടെ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകാവുന്ന നമുക്ക് ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, പണ്ട് ബില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഡൈനോസറുകളൊക്കെ നശിച്ചു പോയത് ഇതുപോലൊരു സെലസ്റ്റിയൽ ബോഡി വന്നിട്ട് നമ്മുടെ ഭൂമിയിൽ പതിച്ചതിന്റെ ഫലമായിട്ടാണെന്നൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി നശിച്ചു പോകും. അങ്ങനെ വരുമ്പം നമുക്ക് നമ്മുടെ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നാസ പോലത്തെ ഗവേഷണ കേന്ദ്രങ്ങൾ അടുത്തൊരു 100 വർഷത്തേക്ക് ഇങ്ങനെ ഉള്ള ആസ്ട്രോയിഡ്സ് വന്ന് ഇടിക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ പഠിക്കുന്നു. സെപ്പറേറ്റ് വിങ്സ് ഉണ്ടാവും. അവരതെല്ലാം പഠിച്ച് 100 വർഷത്തത് ഓൾറെഡി മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 100 വർഷത്തിനകത്തും ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് വന്ന് നമുക്ക് ഇടിക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്കൊരു സാധ്യതയില്ല. അങ്ങനെ ആസ്ട്രോയിഡ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ അതിൻ്റെ ആ ഒരു ഭ്രമണപഥത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ചു കളയോ അങ്ങനെ പല രീതിയിലും അതിനെ നമുക്ക് മറികടക്കാനും പറ്റിയേക്കാം.
പക്ഷെ അപ്പോഴും അതിനകത്തൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്നും കാണാതെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ഭൂമിയുടെയും സൂര്യന്റെയും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, സൂര്യന്റെ ബാക്കിലാണ് ഇപ്പൊ ഒരു ഈ പറയുന്ന അസ്ട്രോയിഡ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഭ്രമണപഥത്തിൽ നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ലായിരിക്കും. അങ്ങനത്തെ പല ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്ന് ഇടിക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി തീരെ കുറവാണെങ്കിൽ പോലും നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസസ്മെന്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോയിഡ് ഇമ്പാക്ട് കൊണ്ട് ഭൂമിയിലുള്ള ഫീറ്റാലിറ്റി അല്ലെങ്കിൽ മരണത്തിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1000 പേർക്ക് മരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസസ്മെന്റ്. അതായത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങൾ ബില്യൺസ് ആയിരിക്കും. അത്രയും കൂടുതൽ ആളുകളാണ് ഒറ്റയടിക്ക് മരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ ഇത്രയും വർഷം കൊണ്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ അത് ഒരുപാട് കൂടുതലാണ്. ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലെയിൻ ക്രാഷ് കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് കൊണ്ട് ഉണ്ടാകുന്ന മരണത്തെക്കാൾ ഒരു പക്ഷെ കൂടുതലായിരിക്കാം. പക്ഷേ നമ്മൾ ഓരോ വർഷത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിസ്ക്. പക്ഷെ പല പ്രമുഖരായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞരുടെയും ഒപ്പീനിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിംഗ്, പുള്ളിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പുള്ളിയുടെ അഭിപ്രായത്തിൽ പുള്ളിയുടെ ആ ഒരു 2001 ഒരു കോട്ട് ഉണ്ടായിരുന്നു. പുള്ളി അന്ന് പറഞ്ഞിരുന്നത് 1000 വർഷങ്ങൾക്കകം നമ്മൾ ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഭൂമിക്ക് പുറത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനുഷ്യരാശിക്ക് അതൊരു വംശനാശത്തിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറഞ്ഞിരുന്ന പുള്ളി 2017 അദ്ദേഹം അത് മാറ്റി പറഞ്ഞിരിക്കുന്നു 100 years ആയിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഭീഷണി നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർഷം കൂടുന്തോറും ഇതിന്റെ ഈ ഒരു സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഒരു റീസൺ. പിന്നെ ഒന്നുള്ളത് ജനറൽ ആയിട്ടുള്ള കുറെ റീസൺസ് ഉണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത്, നമ്മുടെ പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ റിസോഴ്സസ് ഇല്ല. നമുക്ക് നോൺ റിന്യൂവബിൾ എനർജീസ്, അതാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ കമ്പല്ലിങ് റീസൺസ് ആണ്. അതായത് നമ്മളെ നിർബന്ധിതരാക്കുവാണ് നമുക്ക് ഇവിടുന്ന് മാറണമെന്നുള്ളത്. ഇത് കൂടാതെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് സ്പേസ് എക്സ്പ്ലോറേഷൻസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ചു. സെക്കൻഡ് ഫേസിൽ 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് റിസോഴ്സസ് മറ്റ് ഗ്രഹങ്ങളിലും മറ്റ് ആസ്ട്രോയിഡ്സിലും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. അതിൻ്റെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുറത്തൊരാവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിട്ട് നമുക്ക് അവിടെ നിന്നുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത, അത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലുള്ള വേറെ ഒന്നാണ്, നമുക്കിപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈവൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതിനെ നമുക്ക് ഇവിടുന്ന് മറ്റ് ഗ്രഹങ്ങളിലോട്ട് പരത്തിടാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ ഹസാർഡസ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രീസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറൊരു ഓപ്ഷനാണ്. പിന്നെ എന്നുള്ളത് നമുക്ക് മനുഷ്യന് ആദ്യം തൊട്ടേ നമ്മൾ ഈ ബഹിരാകാശ ദൗത്യങ്ങൾ തുടങ്ങിയ കാലം തൊട്ടേ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഫൈൻഡിങ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ കണ്ടെത്തുക, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം എപ്പോഴും നമുക്കുള്ള ഒരു അട്രാക്ഷൻ ഈ പ്രപഞ്ചത്തെ പറ്റി പഠിക്കാനും മനുഷ്യന്റെ ഈ ഒരു ജീവനം എല്ലാ ഗ്രഹങ്ങളിലോട്ടും അല്ലെങ്കിൽ മറ്റ് പ്രാപഞ്ചിക ഗോളങ്ങളിലോട്ട് കൂടി വ്യാപിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹം. അപ്പൊ ഇങ്ങനത്തെ റീസൺസ് കൊണ്ടാണ് നമ്മൾ വേറെ ഒരു ആവാസ വ്യവസ്ഥ തേടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് വേറെ ഒരു സെലസ്റ്റിയൽ ബോഡിയിലോട്ട് എത്തുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു അക്കാഡമിക് ലെവലിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പം ഭൂമിയിൽ നിന്ന് വേറെ ഒരു ബോഡിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഭൂമിയുടെ ഈ പറയുന്ന ആകർഷണ ശക്തിക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ മാസിനെ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ആകെയുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ റോക്കറ്റ്സ് ആണ്, ലോഞ്ച് വെഹിക്കിൾസ്, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, നമുക്ക് അറിയായിരിക്കും ഒരുപാട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്മുടെ എർത്തിന്റെ സർഫസിൽ ലോഞ്ച് പാഡിൽ നിന്നുള്ളതായിട്ടുള്ള പേലോഡ്സ്, അതിന് പേലോഡ് എന്ന് വിളിക്കുന്നു. ആ പേലോഡിനെ നമ്മൾ ഒരു റോക്കറ്റിന്റെ സഹായത്തോടെ ആദ്യം, ഇതൊരു നോർമൽ മിഷനാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള
ഒരു മിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എർത്തിൽ നിന്ന് എർത്തിന് ചുറ്റുമുള്ള ഒരു പാർക്കിംഗ് ഓർബിറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓർബിറ്റിലോട്ട് നമ്മൾ ലോഞ്ച് ചെയ്യും. എന്നിട്ട് ആ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാൻ നമുക്ക് ഒരുപാട് ഈ എനർജി ആവശ്യമുണ്ട്. അത് കൊടുക്കാൻ ഒരു റോക്കറ്റിനെ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു റോക്കറ്റ് വെച്ച് നമ്മൾ ആ എർത്തിൻ്റെ ചുറ്റുമുള്ളൊരു ഓർബിറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഗ്രഹത്തിലോട്ട് കൊണ്ടുപോവുക. അതിനപ്പം വീണ്ടും നമുക്ക് ഈ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് പറയുന്നത് ഇതിന് പ്രൊപ്പൽ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം അങ്ങനെയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റംസ് എല്ലാം വെച്ച് ഈ പറയുന്ന കൊണ്ടുപോകേണ്ടതായിട്ടുള്ള മോഡ്യൂളിനെ നമ്മൾ പ്രൊപ്പൽ ചെയ്ത് മറ്റു ഗ്രഹങ്ങളുടെ അടുത്ത് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയുടെ ചുറ്റും അതിൻ്റെ ആകർഷണ വലയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഓരോ ഗ്രഹത്തിനും. അപ്പോൾ ഈ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ക്രോസ് ചെയ്ത് വേറെ ഒരു ഗ്രഹത്തിന്റെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിന് അകത്തോട്ട് പോയി അതിന്റെ ഒരു ഓർബിറ്റിലേക്ക് എത്തണം. അതൊരു ഇന്റർപ്ലാനറ്ററി ട്രാൻസ്ഫർ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർപ്ലാനറ്ററി മിഷൻ ഉണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതിനൊരു ഹോഫ്മാൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഒരു കോപ്ലാനാർ ട്രാൻസ്ഫർ ആണ് ഞാൻ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഏർത്ത് നിന്ന് അതിന് മാസിലോട്ട് പോകുന്നതിന്റെ ഒരു വളരെ അക്കാഡമിക് ലെവലിലുള്ള ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഏർത്തിന്റെ പാർക്കിംഗ് ഓർബിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഇന്റർപ്ലാനറ്ററി മിഷനിലൂടെ നമ്മൾ മാസിന്റെ ചുറ്റുമുള്ള ഒരു പാർക്കിംഗ് ഓർബിറ്റ് അല്ലെങ്കിൽ മാസ് ഓർബിറ്റിലോട്ട് നമ്മൾ നമ്മുടെ മോഡ്യൂളിനെ കൊണ്ടുപോകണം. എന്നിട്ട് ആ ഓർബിറ്റിൽ നിന്ന് പിന്നെ മാസിലോട്ട് ലാൻഡ് ചെയ്യുന്ന വേറൊരു മിഷൻ ആയിരിക്കും. അതിന് എൻട്രി, ഡിസെന്റ് ആൻഡ് ലാൻഡിങ്. അതായത് നമ്മുടെ അതിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിലോട്ടോ. മാസിന് ഇപ്പോൾ ഒരു ഫീബിളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ ഏത് ഗ്രഹമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഏത് ഗോളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് അതിനകത്തോട്ട് ഒരു എൻട്രി ഉണ്ട്, പിന്നെ അതിന് ഡിസെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ ഏർത്തിന്റെ ഒരു ഓർബിറ്റില് നോർമലി പോകുന്ന ഒരു ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ്സിന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫർ ഓർബിറ്റിലൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗഗൻയാൻ പ്ലാനറ്റിലോട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ലോവർ ഓർബിറ്റാണ്. അപ്പം അതിലൊക്കെ ഓർബിറ്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10 km/s ഒക്കെ ഇമാജിൻ കേട്ടോ. അത്രയും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡ്യൂളിന് നമുക്ക് അതിനെ ഡീസലറേറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് പോകേണ്ടുന്ന പ്രാപഞ്ചിക ഗോളത്തിൽ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഡീസലറേഷൻ സിസ്റ്റംസ് എല്ലാം ഉണ്ടായിരിക്കുന്നു. അതിന് ചിലപ്പോൾ ഇപ്പം മാസിലാണെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഗോളമാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാരച്യൂട്ട് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് അതിനു വേണ്ടി പ്രൊപ്പൽഷൻ സിസ്റ്റംസ് വേണ്ടി വരും. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊപ്പൽ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിപ്പം ഇതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മൂണിലോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല മിഷൻ. അതിന്റെ ഒരു മിഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർപ്ലാനറ്ററി മിഷൻ പ്രൊജക്ടറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ലാൻഡിങ് വളരെ ക്രിട്ടിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചന്ദ്രയാൻ 2 നമുക്ക് ഈ ഫൈനൽ ഫേസ് ഓഫ് ദിസ് ലാൻഡിങ് സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അപ്പം അതും വളരെ ക്രിട്ടിക്കലാണ്. അപ്പം അതുപോലത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മിഷനിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പേലോഡ്സിന് ഈ പറയുന്ന വേറൊരു സെലസ്റ്റിയൽ ബോഡിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഇനി നമ്മുടെ ചലഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസംഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രാപഞ്ചിക ഗോളത്തിൽ എത്താനായിട്ടുള്ള ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത പ്രൊപ്പൽഷൻ സിസ്റ്റം അല്ലെങ്കിൽ എൻട്രി, ഡിസെന്റ്, അങ്ങനത്തെ ലാൻഡിങ് സിസ്റ്റംസ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങളവിടെ ഈ സാധനങ്ങളുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഹാബിറ്റാറ്റ് ഹ്യൂമൻ ചലഞ്ച്. അപ്പം അതിൽ നിങ്ങൾക്കുള്ള അസൈൻമെന്റ്സ് 4 ഹെഡിലാണ് നമ്മൾ ഓൾറെഡി ബ്രോഷർ നിങ്ങൾ കണ്ടു കാണും. 4 ഹെഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെലസ്റ്റിയൽ ബോഡി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഹാബിറ്റബിൾ അല്ലെങ്കിൽ ആവാസ യോഗ്യമായ ഒരു പ്രാപഞ്ചിക ഗോളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അതാണ് ഫസ്റ്റ് ഒരു ടാസ്ക് ആയിട്ടുള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും, അതായത് നിങ്ങളുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ
വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതം അവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടിങ് സിസ്റ്റംസ് അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ അവിടെ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറച്ച് ലിസ്റ്റിംഗ് ഞങ്ങൾ ബ്രോഷറിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ എങ്ങനെയാണ് സിസ്റ്റംസ് കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരതാമസത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ അസംഷൻ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആണ് എന്ന് കരുതി എല്ലാ സാധനങ്ങളും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഒരിക്കലും എടുക്കരുത്. അങ്ങനെ വരുന്ന ഒരു പ്രപ്പോസലിന് നമ്മൾ വെയിറ്റേജ് ഒരു മെറിറ്റ് കുറച്ചേ കൊടുക്കത്തുള്ളൂ. കാര്യം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ട്രാവൽ ടൈം ഇറ്റ്സെൽഫ് ഇവിടുന്ന് ചിലപ്പം വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഗോളത്തിലോട്ട് എത്തുന്നത്. അങ്ങനത്തെ മൾട്ടിപ്പിൾ മിഷൻസ് എന്തായാലും ഒരു വലിയൊരു ഹാബിറ്റായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സിംഗിൾ മിഷൻസ് പറ്റില്ല. അപ്പം മൾട്ടിപ്പിൾ മിഷൻസ് എന്തായാലും വേണ്ടി വരും. പക്ഷേ ആ മൾട്ടിപ്പിൾ മിഷൻസ് ഒഴിവാക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങൾ ആദ്യം ഗ്രഹത്തെ പറ്റി പഠിക്കുമ്പോഴേ നിങ്ങൾ അവിടുത്തെ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒന്നുള്ളതാണ് നമുക്ക് അവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി. ആ എനർജി സോഴ്സസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് എനർജി ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കുക. അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ടാസ്ക്. നാലാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ്, വാട്ടർ, ഇതെല്ലാം എങ്ങനെ നമ്മളവിടെ ജനറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതില് ഫസ്റ്റ് പോയിന്റ്, അതായത് ഒരു ബോഡിയുടെ ആവാസ യോഗ്യതയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലൊക്കേഷനിൽ എത്തിയത് കൊണ്ടാണ് നമുക്കൊരു ആവാസയോഗ്യമായിട്ടുള്ള ഒരു ഗോളമായിട്ട് മാറിയിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു സ്റ്റാറിന് ചുറ്റും കുറേ പ്ലാനറ്റ്സ്, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സൗരയൂഥം ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ ഈ സൗരയൂഥം നമ്മുടെ മിൽക്കി വേ എന്ന് പറഞ്ഞിട്ടുള്ള ഗാലക്സിയിലെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഈ സൗരയൂഥം മിൽക്കി വേയിൽ വീണ്ടും ഇതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഈ പറയുന്ന സ്റ്റാറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ്. ആ സൂര്യനിൽ നിന്നും ഉള്ള ദൂരം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് അടുത്തായാൽ നമുക്ക് ചൂട് കൂടുതലായിരിക്കും, ദൂരോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തണുത്തുറഞ്ഞ് ഐസായി പോകും. എന്ന് വെച്ചാൽ അതിനെല്ലാം നമ്മൾ വെള്ളമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പല രീതികളിലുള്ള പഠനങ്ങളും എത്തിയിരിക്കുന്നത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള, അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഒരു ഗോളത്തിന്റെ ഉപരിതലത്തിൽ ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള ജലം അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമുക്കൊരു കൺട്രോൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ഗോളത്തിൽ ആവാസ വ്യവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിലുള്ള ഒരു കൺട്രോൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഉപരിതലത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള ജലത്തിന്റെ പ്രസൻസ്. അതൊരു വളരെ വളരെ വേഗമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ആ താഴത്തെ കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് പറയുവാണെങ്കിൽ, ആ കോട്ട് നിങ്ങൾ നോക്കുക. അതായത് ഒരാളുടെ കീ കളഞ്ഞു പോയി, കാറിന്റെ കീ കളഞ്ഞു പോയിട്ടുള്ള അയാളുടെ കാറിന്റെ കീ തിരയുവാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ. അപ്പൊ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഉത്തരം പറയണം, എന്റെ കാറിന്റെ കീ കളഞ്ഞു പോയി, ഞാൻ തപ്പുവാണ്, അപ്പൊ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ അതുപോലെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു സ്ഥലത്ത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ജീവൻ ആവാസ വ്യവസ്ഥ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതിന് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഒന്നാമത് ഇവിടുന്ന് മറ്റു ഗോളങ്ങളെ പറ്റി പഠിക്കാനുള്ള നമുക്കുള്ള ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതിന് നമ്മളൊരു എളുപ്പ വഴിയായിട്ട് നമ്മൾ നോക്കുന്നതാണ് ഉപരിതലത്തിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ ആവാസ വ്യവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന്. അതൊരു തന്ത്രൂളായിട്ട് കൂട്ടുന്നു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ
ആ ഒരു സ്റ്റാർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഒരു നക്ഷത്രത്തിന് ചുറ്റും, ഒരു സ്റ്റാറിന് ചുറ്റുമാണല്ലോ നമ്മൾ. ആ സ്റ്റാറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതിന്റെ ഓർബിറ്റ്, അതിന്റെ മാസ്, അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഈവൻ ഭൂമിയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഭൂമിയിലിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഈ നമ്മുടെ ഭൂമിയുടെ ഒരു ഭ്രമണം ഉണ്ടല്ലോ, അതിന്റെ ആക്സിസ് വിത്ത് റെസ്പെക്ട് അതിന്റെ ആക്സിസ് ഉള്ള റൊട്ടേഷൻ, അതിന്റെ സ്പീഡ് എത്രയാണ്, അതിന്റെ സ്പീഡ് കൂടുകയാണോ കുറയുകയാണോ, അതിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. നമുക്ക് സീസൺസ് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നതുകൊണ്ടാണ് ഭൂമിയുടെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാം, സൗരയൂഥം മൊത്തത്തില് അതൊരു ഗാലക്സിയിൽ അങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നെയ്ബർഹുഡ് അവിടെ ഇപ്പം നമുക്ക് ഒരുപാട് വികിരണങ്ങളുണ്ട്, പ്രാപഞ്ചിക കിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റേഡിയേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ റേഡിയേഷൻസ് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തൂടെ നമ്മുടെ സൗരയൂഥം പോകുന്നത് കൊണ്ട് മാത്രമാണ് ഭൂമിയിൽ ജീവൻ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് ഈ ഹാബിറ്റബിലിറ്റി എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്? ഇപ്പം നമ്മൾ കോൺടെസ്റ്റിന് വേണ്ടി നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിനകത്ത് നമുക്കത് സെലക്ട് ചെയ്യുന്ന ബോഡി വേണമെങ്കിൽ ഒരു പ്ലാനറ്റ് ആവാം. പിന്നെ മൂൺ എന്നുള്ളത് നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ജനറലി നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ സാറ്റലൈറ്റ് ആവാം. അപ്പം നമുക്ക് ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ മാർസിന്റെ സാറ്റലൈറ്റ്സ് ഉണ്ട്, ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ്സ് ഉണ്ട്, സാറ്റേണിന്റെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും സാറ്റലൈറ്റിലാവാം, പ്ലാനറ്റുകൾ ഈ പറഞ്ഞ പ്ലാനറ്റുകളാവാം, ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങളാവാം. എക്സോ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളാവാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾ കഴിഞ്ഞ് ഒരു 70-80 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ തന്നെ ഒരു കാറ്റലോഗ്സ് വരെ വന്നിട്ടുണ്ട്. ഹാബിറ്റബിൾ സെലസ്റ്റിയൽ ബോഡീസിന്റെ കാറ്റലോഗ്, ഹാബ്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റലോഗ് തന്നെ ഉണ്ട്. അപ്പൊ അവര് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എക്സോ പ്ലാനറ്റ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സോളാർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതകളിൽ എല്ലായിടത്തും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. അതായത് നമുക്ക് ഈ സോളിഡ് കോർ ഉള്ള ഒരു, അല്ലെങ്കിൽ ഒരു റോക്കി സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ പ്ലാനറ്റുകൾ, അത് മാത്രമാണ് കൂടുതലും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് യോഗ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൗരയൂഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 4 ഗ്രഹങ്ങൾ, അതായത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ഈ 4 എണ്ണം ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ശരിക്കും അതൊരു ഗ്യാസ്, ഫുള്ളി ഗേഷ്യസ് ആണ്, ഗ്യാസ് ജയൻസ് എന്ന് പറയും. ജൂപ്പിറ്റർ ഒക്കെ ശരിക്കും ഗ്യാസ് കൂടുതലാണ് അതിന്. അപ്പം അതിന്റെ പുറത്തൊരു ജീവൻ നിലനിർത്താനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിലാണ് കൂടുതൽ നോക്കുക. ഇനി ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എടുത്താൽ പോലും മെർക്കുറി ഈസ് വെരി ക്ലോസ് ടു സൺ ആൻഡ് അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 0. അപ്പം മെർക്കുറി നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് വീനസ് എടുക്കുകയാണെങ്കിൽ, വീനസിലെ അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ടു ഹൈ. നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ 90 മടങ്ങോളം പ്രഷറാണ് വീനസിലെ അറ്റ്മോസ്ഫിയർ. മാത്രമല്ല അറ്റ്മോസ്ഫിയറിലെ ഒരു സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ് അവിടുത്തെ കണ്ടന്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ഹാബിറ്റബിൾ. അപ്പം വീനസിനെയും നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞു. പിന്നെ ഉള്ളത് മാസ് ഉണ്ട്. പിന്നെ മാസിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാസ്. മാസിന് 2 മൂണുണ്ട്. പിന്നെ എർത്തിന്റെ മൂണായിട്ടുള്ള നമ്മുടെ മൂൺ. പിന്നെ ജൂപ്പിറ്ററിനും സാറ്റേണിനുമായിട്ട് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ പലതും ഇതുപോലെ ഹാബിറ്റബിൾ ആയേക്കാം, അതിനുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഭൂമിയിൽ നിന്ന് മാസിലെത്തുമ്പോൾ തന്നെ ടെമ്പറേച്ചർ കുറയുകയാണ്. അത് നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സിലോട്ട് പോകുന്നുണ്ട്. ആവറേജ് ടെമ്പറേച്ചർ -80 പോകുന്നു. അവിടെ നിന്ന് വീണ്ടും താഴോട്ടാണ് പോകുന്നത്. അപ്പം ഈ പറയുന്ന വെള്ളത്തിന്റെ അംശം ഐസിന്റെ ഫോമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള
ഉപഗ്രഹങ്ങൾ നമുക്ക് പുറത്തേക്കുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഉപഗ്രഹങ്ങളുടെ എല്ലാം ലിസ്റ്റിംഗ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ SETI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, അതായത് സെർച്ചിങ് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു കൊളാബറേഷനാണ്. അവരിതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു കാറ്റലോഗ് റിലീസ് ചെയ്യാറുണ്ട്. അതില് അവര് നമ്മുടെ ഈ മിൽക്കി വേക്കകത്ത് തന്നെ സൂര്യനല്ലാതെ ആവാസയോഗ്യമായിട്ടുള്ള പരിതസ്ഥിതികൾ കൊടുക്കാവുന്ന 17,000-ഓളം നക്ഷത്രങ്ങളെ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ പഠനങ്ങൾ പറയുന്നത് മിൽക്കി വേക്ക് പുറത്ത് വേറെ ഗാലക്സി, വലിയ ഗാലക്സി ആകുന്തോറും ഈ പറയുന്ന ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പം അങ്ങനെയുള്ള പഠനങ്ങളും പോകുന്നുണ്ട്. അങ്ങനെ ഈ ജൂൺ 2021 വരെയുള്ള കാറ്റലോഗ് അനുസരിച്ച് 60 എക്സോ പ്ലാനറ്റ്സ് ഉണ്ട് പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ ആയിട്ട് ഇടേണ്ടി പോയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ കാറ്റലോഗ് നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രാപഞ്ചിക ഗോളം തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ഈ സെലക്ഷൻ ഓഫ് ദിസ് ബോഡി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഒരു ചലഞ്ചിന്റെ ഫസ്റ്റ് ടാസ്കേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ടാസ്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന പ്ലാനറ്റിനനുസരിച്ചായിരിക്കണം. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുമ്പം പരമാവധി ഇൻഫർമേഷൻസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ള ഒരു പ്ലാനറ്റിനെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ആണ്. ഇവിടെ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ ബേസിക്കലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ആവശ്യം ലൈഫ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഓക്സിജൻ വേണം, വെള്ളം വേണം, പിന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമുക്ക് പ്രഷർ കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്, പ്രഷർ കൂടിയാൽ നമുക്കൊരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അതിപ്പം ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹാബിറ്റാറ്റിനകത്ത് ഈ പറയുന്ന ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടപ്പം അതിന് പറഞ്ഞ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ്, അതിനുവേണ്ടി നമ്മൾ ഹാബിറ്റാറ്റിന് പുറത്ത് പോയിട്ട് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് സ്യൂട്ട് ഉണ്ടായിരിക്കുന്നു. ആ സ്പേസ് സ്യൂട്ടും ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം വരുന്നവയായിരിക്കും. അപ്പം അങ്ങനത്തെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റംസ് ഉണ്ടാക്കുക, അത് ആണ് ഒരു ടാസ്ക്. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു മേഖലയായിട്ട് നമുക്ക് കൂട്ടാം. ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ടാസ്ക്കാണ് ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം. അത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം. പിന്നെ ഉള്ളത് അവിടുത്തെ റിസോഴ്സിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ പോകുന്ന പ്ലാനറ്റിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മെറ്റൽ ആണെങ്കിൽ മെറ്റൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അതിനെങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വേറെ പ്രോഡക്ട്സ് ഉണ്ടാക്കാം, അതൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഈ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും. ബയോ വേസ്റ്റ് ഉണ്ടാവാം പലതരത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വേസ്റ്റ് വരും. അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റുകൾ തന്നെ, സോളിഡ് വേസ്റ്റ് ഉണ്ടാവും, ലിക്വിഡ് വേസ്റ്റ് അല്ല, വെറ്റ് വേസ്റ്റ്, അങ്ങനെ പലതും ഉണ്ടാവും. ഇതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രപ്പോസൽ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടാകണം. ഇന്റേണൽ ട്രാൻസ്പോർട്ട്, അതായത് ഈ പറയുന്ന ഹാബിറ്റാറ്റ് വെച്ചിരിക്കുന്ന ഗ്രഹത്തിനകത്ത് നമുക്ക് കൂടുതൽ സമയവും ഒരുപക്ഷെ നമ്മൾ അതിനകത്ത് തന്നെ നിൽക്കേണ്ടി വരും. അത് നമുക്ക് ആ ഉപരിതലത്തിലുള്ള റേഡിയേഷന്റെ അളവിനനുസരിച്ചായിരിക്കും. പലപ്പോഴും നമ്മൾ ഭൂമിയുടെ ഒരു പ്രത്യേകത, ഭൂമി അല്ലാതെ ഒരു സ്ഥലത്ത് പോകുമ്പോഴേക്കും ഒരു പക്ഷേ ഈ റേഡിയേഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ സമയം ഹാബിറ്റാറ്റിനകത്ത് നിൽക്കേണ്ടി വരും. പക്ഷെ പുറത്ത് പോകുമ്പോഴും പുറത്ത് പോയി ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റാറ്റ് ബിൽഡ് ചെയ്യണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മോഡ് എന്തായിരിക്കും, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ ഹാബിറ്റാറ്റിൽ ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞു, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പിന്നെ മീറ്റിയറൈറ്റ്സ്, ഉൽക്കകളുടെ പതനം ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഗോളങ്ങൾ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രോപരിതലങ്ങളോ അല്ലെ മാസത്തിന്റെ ഉപരിതലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈറ്റേഴ്സ് എന്ന് പറയും. ഇത് വന്ന് ഉൽക്കകൾ വന്ന് പതിച്ച് വലിയ കുഴികൾ കൊടുക്കും. അപ്പൊ അത് വലിയൊരു റിസ്ക് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഹാബിറ്റാറ്റിന്റെ മുകളിലാണ് അത് വന്ന് വീഴുന്നതെങ്കിൽ തകർന്നു. അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ആ പ്ലാനറ്റിൽ ഇപ്പം മാസ് പോലെയുള്ള മാർസ് അല്ല ചൊവ്വ പോലത്തെ ഗ്രഹത്തിലാണെങ്കിൽ അവിടെ ഫുൾ ഡസ്റ്റ് മൂടിക്കിടക്കുകയാണ് പല ഏരിയകളും. അപ്പം അതിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. ഇങ്ങനത്തെ
അതായത് ഞാനിപ്പോൾ മാസ് ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ആവശ്യങ്ങൾ നമുക്കുണ്ടാവും. സെലക്ട് ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡിക്ക് അനുസരിച്ചായിരിക്കും ഇതെല്ലാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക. പിന്നെ ഇതല്ലാതെ, ഇതാണ് ഞങ്ങൾ ബേസിക്കലി ആ ബ്രോഷറിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന മേഖലകളെ കുറിച്ച് നമ്മൾ എഴുതുക. അതല്ലാതെ ഒരു ഹാബിറ്റാറ്റിന്റെ ഭാഗമാകണം എന്ന് നമുക്ക് തോന്നുന്ന എന്തിനെ കുറിച്ചും നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. അടുത്തതാണ് എനർജി ഹാർവെസ്റ്റിംഗ്. എനർജി ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഭൂമിയിൽ നമ്മൾ എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കാം. പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മതിമാർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഹൈഡ്രോ പവർ, തെർമൽ പവർ, സോളാർ. ഇതിൽ ഏതൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് നമുക്ക് പറ്റും, ഇതിലേതൊക്കെ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് പോസിബിൾ ആയിട്ടില്ല. അപ്പം നമുക്ക് എപ്പോഴും ഇപ്പം ഫോർ എക്സാമ്പിൾ സോളാർ പവർ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. സോളാർ പവർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗ്രഹത്തിന് ഒരു ഭ്രമണമുണ്ട്, അതിന് എക്ലിപ്സസ് ഉണ്ടാവാം. ആ സമയത്ത് സോളാർ എനർജി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് വേണം. അപ്പോൾ എപ്പോഴും ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കണം നിങ്ങളുടെ എനർജി സോഴ്സസ്. ഹൈബ്രിഡ് സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എനർജി ഹാർവെസ്റ്റിംഗ്, അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എനർജി സ്റ്റോറേജ് ഡിവൈസസ്, ബാറ്ററീസ് ആയിരിക്കാം, ഫ്യൂൽ സെൽസ് ആയിരിക്കാം, അങ്ങനെ ഒന്ന് വേണം. പിന്നെ എന്നുള്ളത് ഒരു ലാർജ് സ്കെയിൽ ഹാബിറ്റാറ്റിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന എനർജി നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് 4ാമത്തെ ടാസ്ക്. ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ ടാസ്കിലോട്ട് പോകുമ്പോൾ മനുഷ്യന് അവിടെ തുടർ ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും വാട്ടറും. ഇതിനകത്ത് വെള്ളം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തിലും വരുന്നൊരു കാര്യമാണ്. കൂടാതെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് ഇപ്പം ബഹിരാകാശത്ത് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. മൈക്രോ ഗ്രാവിറ്റി കണ്ടീഷൻസ്, ഇപ്പോൾ ഓർബിറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ പറയുന്ന പോകുന്ന ഗ്രഹത്തിലെ കണ്ടീഷൻസിനനുസരിച്ച് നമ്മുടെ ഫിസിയോളജി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് വേണ്ടുന്നതായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ് ന്യൂട്രീഷൻ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനത്തെ ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്കിപ്പോൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പ്രിസർവ്ഡ് ഫുഡ് കൊണ്ടുപോകും. അപ്പം നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ടൊക്കെ പോകുമ്പോൾ 6 മാസത്തേക്കോ 1 വർഷത്തേക്കുള്ള പ്രിസർവ്ഡ് ഫുഡ് അവർ കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുന്നത് സസ്റ്റൈൻഡ് ഫുഡ് ചെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പേസ് ഫാമിംഗ് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പേസ് ഫാമിംഗ് എന്നുള്ളത് അതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് നോക്കുക, എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചും ഒരുപാട് പബ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറേഷൻ ഓഫ് വാട്ടർ ഓൾസോ. അത് നമുക്ക് ഈ പോകുന്ന സ്ഥലത്തു നിന്ന് എങ്ങനെ വെള്ളത്തെ വേർതിരിച്ചെടുക്കാം, പിന്നെ അത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നത്, റീസൈക്ലിംഗ് പ്ലാന്റ് വേണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്കുകൾ. ഇനിയിപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഡോക്യുമെന്റേഷൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് യുവർ ബുക്ക്. നിങ്ങൾ എത്ര ജോലി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കാര്യം നിങ്ങളുടെ ജോലി ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ റിപ്പോർട്ടിലൂടെയാണ്. അപ്പം ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ളത് സാധാരണ നമ്മൾ കഥ എഴുതുന്ന പോലല്ല. അതിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലത്തെ ഒരു ഫോർമാറ്റോടെ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനൊരു കവർ പേജിൽ നിങ്ങളുടെ ഒരു നെയിമും മിഷൻ നെയിമും നിങ്ങളുടെ ടീമിൻ്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഉണ്ടാകാം. പിന്നെ നിങ്ങൾ ഒരു വർക്കിനെ കുറിച്ചൊരു പ്രിഫൈസ് കൊടുക്കുക. അക്നോളജ്മെന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് സഹായിച്ചത് അവരെ കുറിച്ചൊരു അക്നോളജ്മെന്റ്, അവർക്ക് നന്ദി പ്രകാശിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ചൊരു അബ്സ്ട്രാക്ട്, റിപ്പോർട്ടിലെ കണ്ടന്റിനെ കുറിച്ച് ഒരു അബ്സ്ട്രാക്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വർക്കിനെ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഏതൊക്കെ 4 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ബ്രോഷറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ 4 ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാം. ഓരോ ചാപ്റ്ററിലും സബ് ഹെഡിങ്സ് എല്ലാം കൊടുത്തിട്ട് ഓരോ ഏരിയയും ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു സമ്മറി കൊടുക്കുക. പിന്നെ ബിബ്ലിയോഗ്രഫി, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾ ഒരിക്കലും ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മാസ് കൊളനൈസേഷൻ അല്ലെങ്കിൽ ലൂണാർ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് എടുക്കരുത്. നമ്മളിപ്പം ഇതൊരു മത്സരമായിട്ട് നിങ്ങൾ കാണണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ അതിൽ ISRO സയന്റിസ്റ്റുകളുടെ ഗൈഡൻസോടുകൂടി
ഒരു സ്ട്രക്ചേർഡ് വേയിൽ ഒരു അസൈൻമെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുക എന്ന് കരുതുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന അതിലത്തെ ആശയങ്ങളെ മനസ്സിലാക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു പേപ്പർ അല്ലെങ്കിൽ പ്രസിദ്ധീകരണം നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അതിലെ ആശയങ്ങളെ നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങളുടേതായിട്ടുള്ള ലോജിക്കിൽ പ്രസന്റ് ചെയ്യും. അപ്പം ഒരു പൂർണ്ണമായിട്ട് കോപ്പി ആയി പോകരുത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ഈ അസസ്മെന്റിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഫോട്ടോസും ചാർട്ട്സ്, ടേബിൾസ് അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു 30 പേജിൽ കവിയാണ്ട് നിങ്ങൾ നോക്കുക. ഇപ്പം 28 32 ആയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് കൂടി പോകാൻ നോക്കുക. A4 സൈസ് പേജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ PDF ഫോർമാറ്റിലുള്ള ആ ഒരു ഫയല് നിങ്ങൾ ഒക്ടോബർ 2 മുന്നായിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു നേരത്തെ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ സിംഗിൾ കോളം ഫോർമാറ്റ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ A4 ഷീറ്റിൽ നിങ്ങൾ 2 കോളമായിട്ടൊന്നും ചെയ്യേണ്ട, ഒറ്റ കോളമായിട്ട് ചെയ്യുക. ഒരു ഫോണ്ട് സൈസ് 12 ലൈൻ സ്പേസിങ് ഒരു 1.5 മാക്സിമം വെച്ചുകൊണ്ട് 30 MB കൂടാത്ത രീതിയിൽ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പം ഇത് ഞാനിവിടെ എഴുതി, നിങ്ങളിപ്പോൾ അതൊന്നും എഴുതിയെടുക്കാനൊന്നും പോകണ്ട. ഈ പ്രസന്റേഷൻ ഞങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനൊന്നും പോകണ്ട. ഇതെല്ലാം അതിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അസസ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന എല്ലാ റിപ്പോർട്ടുകളും ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ഒരു പ്ലാനിങ്ങിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്നെസ് ദ ടോട്ടൽ മിഷൻ ഓഫ് ദ പ്രോജക്റ്റ്, അതിനുവേണ്ടി നമ്മളൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഓരോ സെക്ഷനും സെപ്പറേറ്റ് വെയിറ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ റിപ്പോർട്ടിൽ ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രസന്റഡ്, ലോജിക്കൽ സീക്വൻസിങ്, ലെജിബിൾ ആയിട്ടാണോ തന്നിരിക്കുന്നത്, അതിൻ്റെ എങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾക്കും വെയിറ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ ഒറിജിനാലിറ്റി, ഈ പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, കോൺസെപ്റ്റിലുള്ള ഒറിജിനാലിറ്റിക്കും അത് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് വെയിറ്റേജ് ഉണ്ടാവും. അപ്പം ഈ സ്ക്രൂട്ടനൈസിങ്, പ്ലാഗരിസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പകർത്തി എടുത്ത ഒരു റിപ്പോർട്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടെ മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിന് മുതിരാതിരിക്കുക. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങൾ കോപ്പി അടിക്കരുത് എന്നല്ല പറയുന്നത്. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം എടുത്തിട്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പം അതിൽ നിന്ന് നമ്മളൊരു 5 ടീമും 2 കാറ്റഗറിയിലും 5 ടീമിനെ വെച്ചിട്ട് ആണ് ഫൈനൽ റൗണ്ടിലോട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാ ടീമുകൾക്കും നമുക്കൊരു റിലേറ്റീവ് ഗ്രേഡിംഗ് കൊടുക്കും. ഇവിടെ ഫീഡ്ബാക്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫീഡ്ബാക്ക്, ഈ പ്രപ്പോസലിന്റെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഈ 5 ടീമുകളുടെ ഒരു ഫൈനൽ അസസ്മെന്റ്, അതൊരു പ്രസന്റേഷൻ നമ്മൾ തരേണ്ടി വരും. അതിന്റെ ബേസിസിലായിരിക്കും ഫൈനൽ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തുന്നത്. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ടൈം വളരെ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ്, ഹോസ്റ്റ് ബോഡി സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റ അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഒരു ഓവറോൾ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. പറഞ്ഞിട്ടുള്ള എല്ലാ കീവേഡ്സും വരുന്ന രീതിയിലുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരോ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും. ഇതൊരു ടീം വർക്കാണ് എന്നുള്ളത് മറക്കാതിരിക്കും. നിങ്ങളൊരു 3, 4, 5 പേര് ചേർന്നായിരിക്കും. ആദ്യം എല്ലാവരോടെയും ഒന്ന് പ്ലാനായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഓവറോൾ ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ ഏരിയ ഓരോരുത്തർ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഫൈനലി എല്ലാവരും കൂടെ ചേർന്ന് റിപ്പോർട്ട് ഉണ്ടാക്കും. അപ്പം എന്ത് സെലക്ഷൻ അല്ലെങ്കിൽ എന്ത് ചോയ്സ് എടുത്താലും അതിലൊരു സയന്റിഫിക് ടെക്നിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും. എപ്പോഴും അതിനെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ എന്തുകൊണ്ട് ഞങ്ങളത് സെലക്ട് ചെയ്തു എന്നുള്ളതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിരിക്കും. ഞാൻ അടുത്ത പോയിന്റ് കോപ്പിയും ഒഴിവാക്കണം എന്നുള്ളത്. പിന്നെ എവിടെയാണ് നിങ്ങൾ ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിലും അതിന് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞ ലാസ്റ്റ് പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ റെഫറൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ റെഫറൻസിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സൈറ്റ് ചെയ്യണം. ശരിക്കും നമുക്ക് പല സൈറ്റ് ചെയ്യാതിരിക്കും. പ്ലാഗരിസം ചെക്സിൽ അതാണ് പലതും നമുക്ക് ഇങ്ങനെ കോപ്പി റൈറ്റ്സ് പോലത്തെ ഒരു ഫോട്ടോ ഇടുമ്പോൾ പോലും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് കണ്ടന്റ് എടുത്താലും അതിൻ്റെ സോഴ്സ് നമ്മൾ റെഫറൻസസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്നുള്ളത്, നിങ്ങൾ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് സമയം കളയാൻ നോക്കണം. നിർത്തേണ്ടത് എവിടെയാണെന്നുള്ളത് തീരുമാനിക്കും. ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോൾ നിർത്തണം എന്നുള്ളത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളുടെ ഫൈനൽ പ്രസന്റേഷനിൽ എല്ലാ പാർട്ടിസിപ്പൻസും ഒരുപോലെ പങ്കെടുക്കുക. പിന്നെ ഫർദർ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID തന്നിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ മെന്റർ ഗ്രൂപ്പ്സ് വഴിയും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻസ് തരാൻ പറ്റും. ഓക്കെ.
ഇത്രയാണുള്ളത്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.